എന്തുവാടെ ഇവിടെ നടക്കുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മന്ത്രിമാർ മുതൽ നേതാക്കന്മാർ തൊട്ട് സാധാരണ പാർട്ടി പ്രവർത്തകർ വരെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ഇതിന് കാരണക്കാരനായ കാരണഭൂതൻ PV ആണ്, പിണറായി വിജയനല്ല. നമ്മുടെ നിലമ്പൂർ MLA PV അൻവർ. MLA ഒരു 3-4 ദിവസമായി പത്രക്കാരെ വിളിച്ചുകൂട്ടി പുതിയ വെളിപ്പെടുത്തലുകളും വിവാദങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ അൻവർ ഒന്ന് മൊഴിഞ്ഞാൽ ഉയിരാണ് അൻവർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജുകളിൽ ലൈക്കും കമൻറ്റും അടിക്കുന്നവർ ആകെ ഒന്ന് പകച്ചു. കാരണം ഓൻ്റെ പരിപാടി എന്താണെന്ന് കൃത്യമായി അറിയില്ല. ഓൻ ഉന്നം വച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെയാണ്. DGPയേക്കാൾ ശക്തിയുള്ള ആളാണ് ADGP എന്ന് പലരും പറയുന്ന MR അജിത് കുമാറിനെതിരെയായിരുന്നു അൻവറിൻ്റെ ശരങ്ങളെല്ലാം. സ്വർണ്ണ കള്ളക്കടത്ത് കേസുകളിലെ പ്രതികളുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഈ ADGPക്ക് ഉണ്ട് എന്നാണ് അൻവർ പറയുന്നത്. ഇതൊക്കെ സഹിക്കാം. രാജ്യദ്രോഹികളിൽ രാജ്യദ്രോഹിയായ നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിനോടാണ് അൻവർക്ക ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഉപമിച്ചത്. മാത്രമല്ല സോളാർ കേസ് അട്ടിമറിച്ചതും ഒപ്പം പല കേസുകളിലും ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഉഡായിപ്പുകളുമൊക്കെ അൻവർക്ക സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കാരോട് തുറന്നു പറഞ്ഞു. മാത്രമല്ല ഇത്രയും കെട്ട് തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞു. അവസാനം ഒരു പൂളും കൂടി വെച്ചു. നമ്മുടെ കവടിയാർ കൊട്ടാരത്തിന് അടുത്ത് തന്നെ ഈ MR അജിത് കുമാർ ഒരു കൊട്ടാരം പണിയുന്ന കാര്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തി. ഇങ്ങനെ വെളിപ്പെടുത്തലുകളിൽ നിന്നും വെളിപ്പെടുത്തലുകളിലേക്ക് പോകുമ്പോൾ സഖാക്കൾ ഇതിനൊന്നും ഉയിരാണ് അൻവർ എന്ന മെസ്സേജ് ഇട്ടില്ല, കമന്റും ഇട്ടില്ല. കാരണം എന്താണ്? ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരും പത്രക്കാരും ഒക്കെ പറഞ്ഞത് അൻവറിന്റെ അടുത്ത ചാട്ടത്തിനുള്ള സമയമായി എന്നാണ്. PV അൻവറിന് നിലമ്പൂരിൽ ഇനി സീറ്റ് ലഭിക്കില്ലത്രേ. അദ്ദേഹത്തെ ഈ പ്രാവശ്യം ഇനി മന്ത്രിയാവാനുള്ള അവസരവും കൊടുക്കില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ അൻവർക്ക എന്തു ചെയ്യും? മുസ്ലിം ലീഗുമായി ചേർന്ന് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നിലമ്പൂരിൽ നിന്നും ഏണി വച്ച് ജയിച്ചു കയറി തിരുവനന്തപുരത്ത് വരാനുള്ള ഒരു പദ്ധതിയുടെ ആദ്യ ഭാഗമാണത്രേ ഇത്. അങ്ങനെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ശ്രീ അൻവർ മുസ്ലിം ലീഗിലേക്കോ കോൺഗ്രസിലേക്കോ ചേക്കേറും. അവിടെ നിന്ന് അടുത്ത പ്രാവശ്യം MLA ആയി സെക്രട്ടേറിയറ്റിലെത്തും. കഴിഞ്ഞ തവണ നിലമ്പൂരിൽ തോറ്റ UDFന്റെ നേതാവ് മിക്കവാറും കോൺഗ്രസിൽ നിന്നും CPMലേക്ക് വരുമെന്നും ഒരു കരക്കമ്പി വരുന്നുണ്ട്. അപ്പോൾ അൻവർ UDFലേക്കും UDFന്റെ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്ന ടിയാൻ LDFലേക്കും വരുമത്രേ. അപ്പോൾ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും അലമ്പുണ്ടാക്കണ്ടേ? ആ അലമ്പാണ് ഈ പുതിയ വിവാദങ്ങളെന്ന് പലരും പറഞ്ഞു. ഇങ്ങനെയൊക്കെ കഥകൾ മുന്നോട്ട് പോകുമ്പോഴാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറഞ്ഞ പോലെ രാവിലെ മുഖ്യമന്ത്രി നമ്മുടെ പോലീസുകാരനെ തള്ളി അൻവറിനെ തോളത്ത് ചേർത്ത് പിടിച്ചത്. അൻവർ വെളിപ്പെടുത്തിയ സംഭവങ്ങളിൽ അന്വേഷണം വേണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉടൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഇവിടുത്തെ സൂപ്പർ സ്റ്റാറായി നടന്ന ADGPയെ അതേ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. എന്താ അല്ലേ? അപ്പോൾ ജയരാജനെ മാറ്റാം, അൻവർ പറഞ്ഞാൽ പക്ഷേ കാര്യമുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലാകും. ഇനി P ശശിയുടെ കാര്യമാണ്. അൻവർ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കൂടെ ഒരു ചെറിയ ടാങ്ക് വെച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന P ശശിക്കെതിരെയാണ്. ഇനി P ശശിക്കെതിരെ നടപടി വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലിഫ് ഹൗസിൽ നിന്നും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ എടുത്ത് നേരെ കണ്ണൂരിലേക്ക് വിട്ടാലോ എന്നുള്ള ആലോചനയുണ്ടെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കുന്നുണ്ട്. അൻവർ തൃശൂർ പൂരം കുളമാക്കിയത് ഇതേ MR അജിത് കുമാർ ആണ് എന്നും പറഞ്ഞിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ചെറിയ ചില മണവും അടിച്ചിരുന്നു. ഓക്കെ, അപ്പോ ഇനി എന്താണ് അൻവർക്ക ചെയ്യുന്നത്? പറഞ്ഞതെല്ലാം മുഖ്യമന്ത്രി കേട്ടു. ഇനി പുതിയതെന്തെങ്കിലും പറയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. മലപ്പുറത്ത് നിന്ന് നമ്മുടെ നിയമസഭയിലെത്തിയ വേറൊരു സഖാവുണ്ട്.
സഖാവ് ജലീൽ സാഹിബ്. അദ്ദേഹവും പുതിയ വെളിപ്പെടുത്തലുകളുമായി വരും എന്ന വാർത്തകൾ ഇതേ നിമിഷം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഇനി മത്സരിക്കുന്നുമില്ലത്രേ. അപ്പോൾ ഇങ്ങനെ മലപ്പുറത്തുനിന്ന് വന്ന ഇക്കമാർ ഇതുപോലത്തെ വിവാദങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ ഇവിടെ ജീവിക്കാം എന്നുള്ള അവസ്ഥയാണോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ തൽസ്ഥാനത്ത് നിന്ന് കടക്ക് പുറത്ത് എന്ന് പറയുമെന്നായിരിക്കും അൻവർ സഖാവ് കരുതിയത്. പക്ഷേ അത് നടന്നില്ല. പോലീസുകാരനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി. അങ്ങനെ അൻവർ ചമ്മിപ്പോയി. ഇനി എന്തൊക്കെ ചമ്മലുകൾ അടുത്ത ദിനങ്ങളിൽ ഉണ്ടാവുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. നന്ദി, നല്ല നമസ്കാരം.